ബൾഗേറിയ എന്നൊരു രാജ്യമുണ്ട് യൂറോപ്പിൽ. ബൾഗേറിയയിലൂടെ ഒരൊറ്റ ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം വൈകുന്നേരം അവിടുന്ന് മടങ്ങുകയാണ്. എൻ്റെ കൂടെ ഇയോൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയോണിൻ്റെ കാറിലാണ് ഞാൻ യാത്ര ചെയ്തത്. ഇയോൺ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 30-32 വയസ്സേ ഉള്ളൂ. കൊമ്പൻ മീശ ഇങ്ങനെ പിരിച്ചു വെച്ചിരിക്കുക. ഇയാളെ കണ്ടാൽ യൂറോപ്പിലെ ഏതോ ഒരു പഴയ പ്രഭുകുമാരനാണെന്ന് തോന്നും. ആ മട്ടിലാണ്. ഇയോൺ ടാക്സി ഡ്രൈവറല്ല. ഇയോൺ ഒരു ടൂർ കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഇദ്ദേഹം എൻ്റെ കൂടെ വരാൻ കാര്യം, ഞാനിങ്ങനെ സഞ്ചാരം എന്ന് പറയുന്നൊരു ട്രാവൽ പരിപാടിക്ക് വേണ്ടി സഫാരി ഒന്ന് ചാനലിന് വേണ്ടി യാത്ര ചെയ്യുകയാണെന്നും ഒരു ട്രാവലോഗ് ചിത്രീകരിക്കുകയാണെന്നും കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡ്രൈവറെ വിടുന്നില്ല, ഞാൻ തന്നെ വരാം. അങ്ങനെ ഇയോണിൻ്റെ കാറിലായിരുന്നു ഇന്ന് രാവിലെ റുമേനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ നിന്ന് ഞങ്ങൾ ബൾഗേറിയയിലേക്ക് യാത്ര പുറപ്പെട്ടത്. വെളുപ്പിന് പോയതാണ്. അതിർത്തി കടന്ന് ബൾഗേറിയയിലെ വെലിക്കോ ടൊർണാവോ അല്ലെങ്കിൽ റൂസെ തുടങ്ങിയ കുറേ പട്ടണങ്ങളെല്ലാം കണ്ടു. ചരിത്രമുള്ള ഗ്രാമങ്ങളിലേക്ക് പോയി കരകൗശലക്കാരുടെ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. കൂടാതെ പല മൊണാസ്ട്രികൾ കണ്ടു. അവിടുത്തെ ചരിത്രം, സംസ്കാരം ഇതൊക്കെ അടുത്തറിഞ്ഞു. ഒരൊറ്റ ദിവസമേ പോയുള്ളെങ്കിലും അതിഗംഭീരമായൊരു യാത്രയായിരുന്നു. ഇയോൺ ഏറെ സഹായിച്ചു. ഞങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഒരു തടസ്സം ഉണ്ടായില്ല. ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. തന്നെയല്ല, അത്യാവശ്യം ചരിത്രബോധമുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയിൽ പലവിധ കാര്യങ്ങളും ചർച്ചയാവും. മടക്കയാത്രയായപ്പോഴത്തേക്കും ഞങ്ങൾ ചൗഷസ്ക്യൂ എന്ന ഒരു ഭരണാധികാരിയുടെ കഥയിലേക്ക് വന്നു. ദീർഘകാലം, ഏതാണ്ട് 24 വർഷം റുമേനിയയെ ഭരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു ചൗഷസ്ക്യൂ. 1967 മുതൽ 1989 വരെ റുമേനിയയുടെ ഭരണാധികാരിയായിരുന്നു നിക്കോളായ് ചൗഷസ്ക്യൂ. ആ കാലഘട്ടം, ചൗഷസ്ക്യൂവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇയോൺ ഈ ചരിത്രം ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം അത്യാവശ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു ചൗഷസ്ക്യൂവിൻ്റെയൊക്കെ ഭരണകാലത്ത്. പക്ഷേ അവസാന കാലമായപ്പോഴത്തേക്കും ചൗഷസ്ക്യൂവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അടുത്ത ബന്ധമൊന്നും ഉണ്ടായതുകൊണ്ടല്ല. ചൗഷസ്ക്യൂവിൻ്റെ ആശയങ്ങളോട് എതിർപ്പായി ചൗഷസ്ക്യൂവിൻ്റെ ഒരു വിമർശകരായി തന്നെ മാറി ഇവർ അവസാന കാലമായപ്പോഴേക്കും. എന്തായിരുന്നു ചൗഷസ്ക്യൂവിൻ്റെ ഭരണത്തിൻ്റെ കുഴപ്പമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളെ നാളെ അവിടുത്തെ 2-3 കാഴ്ചകൾ കാണാൻ പോകുന്നില്ലേ ബുക്കാറസ്റ്റിലെ പാലസ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറയുന്നൊരു കൊട്ടാരമുണ്ട്. നിങ്ങൾ നാളെ ഈ പാലസ് ഓഫ് ദ പാർലമെൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗൈഡുണ്ടാവും. ആ ഗൈഡ് നിങ്ങൾക്ക് ഈ കഥയെല്ലാം പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചൗഷസ്ക്യൂവിനെ വെറുത്തു തുടങ്ങിയത്. എൻ്റെ മാതാപിതാക്കൾ മാത്രമല്ല, റുമേനിയയിലെ ജനലക്ഷങ്ങൾ ആ മനുഷ്യനെ വെറുത്തത് എന്തുകൊണ്ടാണ്, ഒടുവിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറെ വൈകി അന്നത്തെ ഓട്ടം പൂർത്തിയാക്കി. ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് പൈസയൊക്കെ വാങ്ങി ഇയോൺ പോയി. അന്ന് ബുക്കാറസ്റ്റിലെ ആ ഹോട്ടലിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഇയോൺ പറഞ്ഞ പാലസ് ഓഫ് ദ പാർലമെൻറ്റ്, വിചിത്രമായൊരു പേരാണ്, പാലസ് ഓഫ് ദ പാർലമെൻറ്റ് കൊട്ടാരം, അത് കാണാൻ പോകണം. കാരണം അവിടുന്ന് തന്നെ തുടങ്ങാം. രാവിലെ ഇറങ്ങി ഹോട്ടലിൽ നിന്ന് പയ്യെ ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ നടന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പല പല കാഴ്ചകളുള്ളത് കൊണ്ടാണ് ടാക്സി വിളിക്കാതെ പോകുന്നത്. അതെല്ലാം ഷൂട്ട് ചെയ്ത് വേണം പോകാൻ. അങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്തുന്ന വലിയൊരു ഗാർഡനിലേക്ക്, വലിയൊരു ഉദ്യാനം, ഒരു പാർക്ക് പോലത്തെ ഒരു ഭാഗം. 1980കളുടെ പകുതി വരെ അത് ഈ നഗരത്തിൻ്റെ പുരാതനമായ നഗരഭാഗമായിരുന്നു. 400, 500, 600 വർഷങ്ങളുടെ പഴക്കമുള്ള കൊട്ടാരങ്ങളുണ്ടായിരുന്ന, മ്യൂസിയങ്ങളുണ്ടായിരുന്ന, മൊണാസ്ട്രികളുണ്ടായിരുന്ന, ദേവാലയങ്ങളുണ്ടായിരുന്ന പ്രൗഢമായൊരു പ്രദേശമായിരുന്നു. കൂടാതെ അതിൻ്റെ വേറൊരു ഭാഗത്ത് കുറേയേറെ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്നു. ഏതാണ്ട് 10,000-60,000 ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പഴയ നഗരഭാഗവും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ സന്ദർശിച്ചിട്ട് വന്ന ഈ നിക്കോളായ് ചൗഷസ്ക്യൂവിനൊരു ആഗ്രഹമുണ്ടായി. നോർത്ത് കൊറിയയിൽ ഇന്നത്തെ കിം ജോങ് ഉന്നിൻ്റെ പിതാവ് അവിടുത്തെ വലിയൊരു പഴയ നഗരഭാഗം എല്ലാം പൊളിച്ചു കളഞ്ഞ് ഗംഭീരമായ ഒരു സ്ക്വയറാക്കി മാറ്റി. അവിടെ ഗംഭീരമായ കുറേ കൊട്ടാരങ്ങളൊക്കെ പണിതു, ചെറു സ്മാരകങ്ങളൊക്കെ പണിതു, എല്ലായിടത്തും മാർബിൾ ഇട്ടു. അത് കണ്ടപ്പം ഇദ്ദേഹത്തിനൊരു മോഹം, തൻ്റെ രാജ്യത്തും ഈ വൃത്തികെട്ട ജനം വസിക്കുന്ന ഈ പുരാതനമായ നഗരഭാഗങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, പഴയ മൊണാസ്ട്രികൾ, പഴയ പള്ളികൾ, ഇതെല്ലാം അങ്ങ് പൊളിച്ച് ക്ലീനാക്കിയിട്ട് അവിടെ ഗംഭീരമായ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൊട്ടാരം തന്നെ പണിയണം തീരുമാനിച്ചു. ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു. അതവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം പോകുന്നതും ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതും. അങ്ങനെ വന്ന് 24 hours നോട്ടീസ് കൊടുത്ത് അവിടെ താമസിച്ചിരുന്ന ഈ 19,000-60,000 ആളുകളെ ഒഴിപ്പിച്ച് കളഞ്ഞു. കണ്ണുനീരും കൈയുമായിട്ട് അവരുടെ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് ഇവർ പുറകെ
ബുൾഡോസറുകൾ വന്ന് ആ പ്രദേശമൊക്കെ ഇടിച്ചു നിരത്തി. അത് കഴിഞ്ഞ് ഒരു വലിയ കൊട്ടാരം പണി ആരംഭിക്കുന്നു. ആ കൊട്ടാരത്തിന് ചുറ്റും വമ്പനൊരു ഉദ്യാനം, ആയിരക്കണക്കിന് ഏക്കർ വരുന്ന പ്രദേശത്ത് ഒരു വമ്പൻ ഉദ്യാനം. ആ ഉദ്യാനത്തിൻ്റെ ഓരത്തൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ചൗഷസ്ക്യുവിൻ്റെ ജീവിതകഥ ഓർക്കുകയായിരുന്നു. 9 കുട്ടികളുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. ഏതോ ഒരു ഉൾഗ്രാമത്തിൽ, ഈ റുമേനിയയുടെ. 10 വയസ്സ് വരെ ഈ മനുഷ്യൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളൂ. അത് പോയത് തന്നെ ആരോടൊക്കെയോ വായ്പ മേടിച്ച സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളുമായിട്ടാണ് പോയി പഠിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം നാട് വിടുകയാണ്. 10ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ, നിക്കോളായ് ചൗഷസ്ക്യു എന്ന് പറയുന്ന മനുഷ്യൻ, നാട് വിട്ട് ഈ ബുക്കാറസ്റ്റിലെത്തുകയാണ്. തൊഴിൽ തേടിയ കൊടിയ ദാരിദ്ര്യമാണ്. 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പുള്ള കാലമാണ്. ഈ ബുക്കാറസ്റ്റിൽ വന്ന് ഇവിടുത്തെ ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലിക്കാരനായി, ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ. ഈ ചെരുപ്പ് നിർമ്മാണ കമ്പനിയുടെ മുതലാളി ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അക്കാലത്ത് രാജഭരണമാണ് അവിടെ. അപ്പോൾ അവിടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ഇങ്ങനെ വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വളരെ പ്രചാരം നേടുകയും ചെയ്യുന്നൊരു കാലത്ത് ഈ പുതിയ ആശയത്തിൽ ഈ ചെരുപ്പ് നിർമ്മാണ കമ്പനിയുടെ മുതലാളിയും ആകർഷണമായിരുന്നു. അയാളുടെ തൊഴിലാളികളൊക്കെ ആയിട്ട് ഈ ആശയം പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ ഈ ചൗഷസ്ക്യുവിനും ഇത് വലിയൊരു ഇഷ്ടപ്പെട്ട വിഷയമായി മാറി, അതിലാകൃഷ്ടനായി മാറി. അദ്ദേഹം 14 വയസ്സെത്തുമ്പോഴേക്കും പാർട്ടി മെമ്പറായി കഴിഞ്ഞു. പാർട്ടി പ്രവർത്തനങ്ങളിൽ രഹസ്യമായി പങ്കെടുത്തു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഇയാളെ പോലീസ് പിടികൂടി. പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാലമാണ്, പാർട്ടി നിരോധിക്കപ്പെട്ട കാലമാണ്. ഇയാളും ജയിലിലാവുന്നു. ഈ ജയിൽവാസ കാലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം പിന്നീട് റുമേനിയയുടെ ഭരണാധികാരിയായി മാറിയ ഗോർഗിയോ ഡേജിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇയാളിൽ വലിയ താല്പര്യം തോന്നി. കാരണം വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ. ആ സമയമാകുമ്പോൾ 16, 17, 18 വയസ്സൊക്കെ ഉള്ളൂ ഇദ്ദേഹത്തിന്. അത്രയും ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ചുള്ള അറിവ്, യുക്തിപരമായ ചിന്ത, ഇയാളുടെ മിടുക്ക് ഒക്കെ ഈ ഗോർഗിയുവിനെ ആകർഷിച്ചു. ജയിലിൽ നിന്ന് 20ാമത്തെ വയസ്സിൽ ഇയാൾ പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ സജീവ പാർട്ടി പ്രവർത്തകനായി. ഈ ഗോർഗിയോ ഡേജ് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു, പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ 2ാം ലോകമഹായുദ്ധം അവസാനിച്ച് 1947 ഇയാൾ അധികാരത്തിൽ വരുന്നു. ഗോർഗിയോ ഡേജ് റുമേനിയയുടെ ഭരണാധികാരിയായി മാറുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിട്ട് ഈ റുമേനിയ മാറുന്നു. നിക്കോളായ് ചൗഷസ്ക്യു എന്ന് പറയുന്ന യുവാവ്, അപ്പോഴത്തേക്ക് അയാൾക്ക് 26 വയസ്സായി. അയാൾ പാർട്ടിയുടെ ഉന്നതമായ പദവികളിലേക്ക് എത്തി. ആദ്യം യുവജന വിഭാഗത്തിൻ്റെ സെക്രട്ടറിയായി മാറി. പിന്നീട് ഈ ഗോർഗിയോ ഡേജിൻ്റെ മന്ത്രിസഭയിലെ ഒരു ക്യാബിനറ്റ് അംഗമായി തന്നെ തീർന്നു അടുത്ത ഏതാനും വർഷങ്ങൾക്കാവും. പിന്നെ പടിപടിയായ അയാൾ വളർച്ചയായിരുന്നു. 1965 ഗോർഗിയോ ഡേജ് അന്തരിച്ചു. അതായത് ഇവരുടെ ആദ്യത്തെ പ്രസിഡൻറ്റ്, റൊമേനിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് 65 അന്തരിക്കുന്നു. അന്തരിച്ചു കഴിയുമ്പോഴേക്കും ഈ നിക്കോളായ് ചൗഷസ്ക്യു പാർട്ടി ജനറൽ സെക്രട്ടറിയായി മാറി. പിന്നീട് 1967 ചൗഷസ്ക്യു റൊമേനിയയുടെ ഭരണാധികാരിയായി മാറാണ്. ആ രാഷ്ട്രത്തലവനായി മാറുന്നു. സർവ്വ അധികാരങ്ങളും അയാളുടെ കയ്യിലാവുന്നു. പിന്നീട് 1989 വരെ 24 വർഷം റുമേനിയയെ അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം. ഇദ്ദേഹം ആദ്യകാലത്ത് ജനപ്രിയനായിരുന്നു. റൊമേനിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണെങ്കിലും നിക്കോളായ് ചൗഷസ്ക്യു ഒരു നയമെടുത്തു. സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുകയും സോവിയറ്റ് യൂണിയനെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ തന്നെ പാശ്ചാത്യ ലോകവുമായിട്ട്, പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുക. അങ്ങനെ സാമ്പത്തികമായിട്ട് റൊമേനിയയ്ക്ക് ഗുണമുള്ള ഒരു തീരുമാനം എടുത്തു അവർ. റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ പാതയിലൂടെ തന്നെ പോയാൽ പട്ടിണിയും പ്രതിസന്ധിയാകുമെന്ന് തിരിച്ചറിഞ്ഞ ഈ മനുഷ്യൻ, ഇയാൾ ബുദ്ധിമാനായിരുന്നു, ഇയാൾ പല കാര്യങ്ങളിലും പാശ്ചാത്യ ശക്തികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ഇവർക്ക് 2 പേർക്കിടയിലുള്ളൊരു ശക്തിയായി മാറി. പയ്യെ ഇദ്ദേഹം സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ട് റുമേനിയയുടെ എക്കണോമിയെ ഒന്ന് ഗംഭീരമാക്കി. 67 മുതൽ 71 വരെ അതിഗംഭീരമായ ഭരണമായിരുന്നു. 71 മുതൽ ഇയാൾക്ക് പഴച്ചു തുടങ്ങി. ഇയാൾ ചൈനയിലേക്കും നോർത്ത് കൊറിയയിലേക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇദ്ദേഹം ഒരു യാത്ര നടത്തി ചൈനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാവോ സേതോങ് ഒരു ചക്രവർത്തിയെപ്പോലെ, ഒരു ഏകാധിപതിയായി ജനങ്ങളെ അടിമകളെന്ന പോലെ കരുതി ഭരിക്കുന്നു. ഒരു ഏകാധിപത്യ ഭരണം, അങ്ങേർക്ക് ഇഷ്ടമുള്ളത് ഇച്ഛയുള്ളതുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു ഏകാധിപതിയായി ഭരിക്കുന്നു. നോർത്ത് കൊറിയ ചെല്ലുമ്പോഴും സമാനമായ രീതിയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, നമ്മൾ ഇത്ര ലിബറലായി നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കെല്ലാം ഇത്രയേറെ സ്വാതന്ത്ര്യം കൊടുത്ത്, ഇത്രയേറെ ചർച്ചയൊക്കെ ചെയ്ത്, ഇത്രയൊക്കെ പാർട്ടി കമ്മിറ്റിയിൽ സംസാരിച്ച് അഭിപ്രായമൊക്കെ ഉണ്ടാക്കിയൊക്കെ തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമല്ല.
എന്നെപ്പോലൊരു ഭരണാധികാരി, ബുദ്ധിമാനായ ജീനിയസായ ഒരു ഭരണാധികാരിക്ക് സ്വന്തമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയണം. തിരിച്ചു വന്ന ഉടനെ ഇദ്ദേഹം ഭരണഘടന പരിഷ്കരിച്ചു, എല്ലാ അധികാരങ്ങളിലും ഇയാളിലേക്കാക്കി. ജനങ്ങൾക്ക് യാതൊരു അധികാരവും ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത മട്ടിലേക്ക് ഭരണഘടനയെ പൊളിച്ചെഴുതി. മനുഷ്യൻ്റെ രഹസ്യങ്ങളിലേക്ക് ഉറ്റുനോക്കാൻ കഴിയുന്ന സെക്യൂരിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു രഹസ്യ പോലീസ് സംവിധാനത്തെ രൂപപ്പെടുത്തി. എവിടെയെങ്കിലും ആരെങ്കിലും ഭരണാധികാരിക്ക്, പ്രത്യേകിച്ച് നിക്കോളായ് ചൗഷസ്ക്യുവിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം തടവറയിലാകുന്നുള്ള തീരുമാനത്തിലെത്തി. മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. എല്ലാ മാധ്യമങ്ങളും എല്ലാ ദിവസവും ചൗഷസ്ക്യുവിനെയും ഭാര്യ എലീനയെയും സ്തുതിക്കുന്ന പരിപാടികൾ നടത്തണമെന്നുള്ള കർശനമായ നിയമങ്ങൾ വന്നു. രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വീടുകളിലും ചൗഷസ്ക്യുവിൻ്റെയും ഭാര്യ എലീനയുടെയും ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരിക്കണമെന്നുള്ള കർശനമായ നിയമം വന്നു. ഒരു നല്ല ഭരണാധികാരി 2 രാജ്യങ്ങളുടെ സന്ദർശനത്തിന് ശേഷം അടുത്ത് 1-1.5 വർഷം കൊണ്ട് ഒരു പൂർണ്ണതയുള്ള ഏകാധിപതിയും ക്രൂരനായ സ്വേച്ഛാധിപതിയുമായി മാറുന്ന കാഴ്ചയാണ് ജനങ്ങൾ അത്ഭുതത്തോടെ ഞെട്ടലോടെ കണ്ടുന്നത്. രഹസ്യ പോലീസിനെയും പട്ടാളത്തിനെയും ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തി. ജനത്തിൻ്റെ ഒരു ചോദ്യം പോലും സഹിക്കാൻ കഴിയാത്ത, ജനത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും ഒരു ചോദ്യം പോലും സഹിക്കാൻ കഴിയാത്ത ഒരേകാധിപതിയായി ഇയാൾ അങ്ങ് മാറുകയായിരുന്നു. പിന്നെ തന്നിഷ്ടപ്രകാരമായുള്ള ഭരണത്തിനാണ് അയാൾ തുടക്കമിട്ടത്. അയാൾക്ക് ഇഷ്ടമല്ലാത്തവരെല്ലാം കൊല്ലപ്പെടുകയോ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയോ ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ സാമ്പത്തിക രംഗം പോയിരുന്നത് കൊണ്ട് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിനോ പ്രക്ഷോഭത്തിനോ പോയിരുന്നില്ല. പക്ഷേ ഇയാൾ ഇടയ്ക്കൊരു വലിയ അതിബുദ്ധി കാണിച്ചു. അക്കാലത്ത് 70കളിൽ ഗൾഫ് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് വില വർദ്ധിച്ചു വലിയ തോതിൽ. അപ്പോൾ കുറച്ച് എണ്ണ പ്രോസസ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ റൊമേനിയയ്ക്കുണ്ട്. റൊമേനിയ അതിനെ വിപുലീകരിക്കാനുള്ള ശ്രമം നടത്തി. ഇദ്ദേഹം വിദേശ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ച് നിരവധി റിഫൈനറികൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഫണ്ട് മൊബിലൈസ് ചെയ്തു, വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തു. എണ്ണയ്ക്ക് ഭാവിയിലുണ്ടാകാവുന്ന സാധ്യത അയാൾ മുന്നിൽ കണ്ടു. ഇത്രയേറെ എണ്ണയുടെ വില കൂടി നിൽക്കുമ്പോൾ ഇതൊരു സുവർണ്ണ അവസരമായിട്ട് അയാൾ കണ്ടു. പക്ഷേ അയാളുടെ പ്രോജക്റ്റുകളെല്ലാം ഉദ്ദേശിച്ച സമയത്ത് പണി പൂർത്തിയായില്ല. ഇയാളുടെ പണി ഏതാണ്ട് പൂർത്തിയായി വരുമ്പോഴത്തേക്ക്, റിഫൈനറികളുടെ പണിയൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്ക് എണ്ണവില ഭയങ്കരമായിട്ട് ഇടിയുകയും ചെയ്തു. അതോടെ ആ പ്രോജക്റ്റ് ഫെയ്സിബിൾ അല്ലാതായി പരാജയത്തിൽപ്പെട്ടു. ഇതോടെ സാമ്പത്തികമായി രാഷ്ട്രം തകർന്നു എന്ന് വേണേൽ പറയാം. ഇയാൾ അത്തരത്തിലുള്ള പല പല അതിബുദ്ധികളും കാണിച്ച് സാമ്പത്തിക രംഗമാകെ തകർന്നു. സാമ്പത്തിക രംഗം തകർന്നപ്പോൾ ഈ രാജ്യത്തിന് എണ്ണ വിറ്റ് മറ്റു രാജ്യങ്ങൾക്ക് എണ്ണ വിറ്റ് ജീവിക്കാം, യൂറോപ്പിലേക്ക് എണ്ണ വിറ്റ് ജീവിക്കാം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു തകർന്നു പോയത്. അയാൾ പിന്നെ ഒരു സൂത്രപ്പണി ചെയ്തു, എളുപ്പപ്പണി ചെയ്തു. രാജ്യത്തെ ധാന്യം വിൽക്കുക, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുക. ആ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യത്ത് നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ പുറം രാജ്യങ്ങളിലേക്ക് വിറ്റ് പണം ഉണ്ടാക്കാൻ ഒരു ബുദ്ധി അദ്ദേഹം കണ്ടുപിടിച്ചു. ജനങ്ങൾക്കുള്ള റേഷൻ പകുതിയായിട്ട് വെട്ടി കുറയ്ക്കുക, എന്നിട്ട് കിട്ടുന്ന ബാക്കി പകുതി വിറ്റ് കാശാക്കുക. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് കൊടുക്കുന്ന എണ്ണ നേർ പകുതിയാക്കുക, ഇന്ധനം ആയ എണ്ണ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുക. വൈദ്യുതി കട്ട് ചെയ്യുക, അതോടെ വൈദ്യുതോൽപാദനം കുറയ്ക്കാൻ പറ്റും. അതോടെ ഫ്യൂവലിൻ്റെ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ജനത്തെ പിഴിയുന്ന, ജനത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെയും സൗകര്യങ്ങളെയും കട്ട് ചെയ്യുന്ന ഓരോരോ നടപടികളുമായിട്ട് രംഗത്ത് വരുന്നു. ജനങ്ങളിൽ പ്രതിഷേധം മുറുകി വരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ജനത്തിൻ്റെ രോഷം അടിയിലിങ്ങനെ എരമ്പി വരുമ്പോഴാണ് 80കളിൽ ഈ മനുഷ്യന് മറ്റൊരു ബുദ്ധി കൂടി ഉണ്ടാകുന്നത്, മറ്റൊരാഗ്രഹം കൂടി ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്ന് തൻ്റെ ഈ ഒഴിപ്പിച്ചെടുത്ത സ്ഥലത്ത് പണിയണമെന്ന്. അങ്ങനെ അദ്ദേഹം ഒഴിപ്പിച്ചെടുത്ത ആ സ്ഥലത്ത് പണിത കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് നടന്ന് ഞാൻ എത്തി നിൽക്കുന്നത്. ആ കെട്ടിടം ഇപ്പോൾ ഏതാണ്ട് പണി പൂർത്തിയായി. അതാണ് പാലസ് ഓഫ് ദ പാർലമെൻറ്റ്. അതിനകത്തേക്ക് ഗേറ്റ് കടന്നു പോകാം. ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നുണ്ട്. വിദേശികളും സ്വദേശികളുമായ സന്ദർശകർക്ക് അതിനകത്ത് കയറാം. ഞാൻ അതിൻ്റെ എൻട്രൻസിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ തന്നെ വിടില്ല, തനിച്ച് പോകാൻ പറ്റില്ല, ഒരു ഗൈഡ് വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 50 പേരാകുമ്പോൾ ഒരു ഗൈഡ് വരും. ആ ഗൈഡ് നിങ്ങളെ കൊണ്ടുപോയി കാണിക്കേണ്ട സ്ഥലങ്ങളെല്ലാം കാണിച്ച് തിരിച്ചിറക്കി വിടും. ഏതാണ്ട് 1.5 മണിക്കൂറുണ്ട് ടൂറ്. അപ്പോൾ ഞാൻ കാത്തിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 50 പേരായപ്പോഴത്തേക്ക് ഒരു ആൾ വന്ന് തലയൊക്കെ എണ്ണി കൂടെ വരാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ നടന്നകത്തേക്ക് കയറി. ഈ ഗൈഡിൻ്റെ ഒപ്പം ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നമ്മൾ അത്ഭുതപരതന്ത്രമായി പോവുകയാണ്. നമ്മൾ നടക്കുന്നത് വലിയൊരു ഓഡിറ്റോറിയം പോലത്തെ ഹോളിലൂടെയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഗൈഡ് പറഞ്ഞു, ഇത് ഒരു ഹാളല്ല, ഇത് കൊട്ടാരത്തിൻ്റെ ഇടനാഴി മാത്രമാണ്, പാസേജ് മാത്രമാണ്. ഒരു പാസേജിന് ഇത്രയും വീതിയും ഇത്രയും ഉയരവും ഇത്രയും ആഡംബരം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കയറി ചെല്ലുന്ന ഹോളുകളും മുറികളും എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് വയ്ക്കുക. ഇത്തരത്തിൽ 1100 മുറികളാണ് ഈ കൊട്ടാരത്തിനുള്ളത്.
ഈ കൊട്ടാരത്തിലെ പല മുറികളും പല ഹാളുകളും ഇന്ന് സർക്കാരിൻ്റെ പല പരിപാടികളുടെയും മീറ്റിങ്ങുകളുടെ വെന്യൂകളായി, അല്ലെങ്കിൽ കോൺഫറൻസുകളുടെ, അല്ലെങ്കിൽ സെമിനാറുകളുടെ, അല്ലെങ്കിൽ വലിയ പൊതുയോഗങ്ങളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ചില ഡിന്നർ പാർട്ടികളുടെ ആഘോഷത്തിൻ്റെയൊക്കെ സ്ഥലമായി വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പല ഹാളുകളും സ്വകാര്യ വ്യക്തികൾക്ക് കല്യാണത്തിന് പോലും കൊടുക്കുക. കാരണം ഇത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇത്രയും വമ്പൻ, ലോകത്തിലെ ഏറ്റവും വലിയ, രണ്ടാമത്തെ ഏറ്റവും വലിയ കെട്ടിടമാണിത്. ഒന്നാം സ്ഥാനത്തുള്ളത് ആ സമയത്ത് പെൻറ്റഗണാണ്. എന്നു മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള കെട്ടിടം ഇതാണ്. ആയിരക്കണക്കിന് ടൺ സ്റ്റീലും മാർബിളും കോൺക്രീറ്റുമാണ് ഈ കെട്ടിടം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിന് മൊത്തം 20 നിലയാണുള്ളത്. ഈ 20 നിലയിൽ 8 നില ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിൽ ഈ ചൗഷസ്ക്യുവിനും ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്കും സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട ബങ്കർ സമാനമായ സേഫ്റ്റിയുള്ള കോൺക്രീറ്റിൻ്റെ കൂറ്റൻ അറകൾ പോലത്തെ ഫെസിലിറ്റികളാണ്. എന്നാൽ അതിനകം മുഴുവൻ ഗംഭീരമായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആഡംബരത്വം നിറഞ്ഞ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചത്. ചുവരുകളിൽ ചിലതിലെ മാർബിളുകളാണ്, ഏറ്റവും വിലയേറിയ മാർബിളുകൾ ആണ്. ചിലത് കൊത്തുപണികളുള്ളതാണ്, ചിലത് തടി കൊണ്ട് പാനൽ ചെയ്തതാണ്, മറ്റ് ചിലത് വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചതാണ്. ഷാൻലിയറുകൾ, ഓരോ ഹാളിൻ്റെയും നടുക്ക് തൂങ്ങിക്കിടക്കുന്ന ഷാൻലിയറുകൾ തന്നെ ചിലത് 5-6 ടൺ ഭാരമുള്ളതാണ്. കാർപ്പറ്റുകൾ, എത്രയോ 1000 സ്ക്വയർ മീറ്റർ കാർപ്പറ്റുകളാണ് വിരിച്ചിട്ടിരിക്കുന്നത്. ചില മുറികൾ മുഴുവൻ തടി കൊണ്ട് പോളിഷ് ചെയ്ത തടി കൊണ്ട് പാനൽ ചെയ്താണ് ഫ്ലോറ്. ചില മുറികളുടെ ഭിത്തികൾ അപൂർവങ്ങളായ തടികൾ കൊണ്ട് കൊത്തുപണികൾ നടത്തി പാനൽ ചെയ്താണ്. നടന്നിട്ടും തീരുന്നില്ല. നമ്മളൊരു 10-30 മുറികളിലേ പോയുള്ളൂ. ഇനിയും ഒരു 400-500 മുറികൾ നമുക്ക് വേണമെങ്കിൽ കയറി കാണാവുന്നതുണ്ട്. ഈ ആഡംബരത്വം നിറഞ്ഞ ഈ കൊട്ടാരം ചൗഷസ്ക്യുവും ഭാര്യയും പണിതത് തങ്ങൾക്ക് ശിഷ്ടകാലം മുഴുവൻ അവിടെ താമസിച്ച് ഈ റുമേനിയയുടെ ഭരണാധികാരികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ, അവിടെ ഒരു വശത്ത് ജനങ്ങൾ പട്ടിണിയിൽ പൊറുതിമുട്ടി ഒരു നേരത്തെ ഭക്ഷണം പോലും കട്ട് ചെയ്യപ്പെട്ട ഒരു ജനസമൂഹമായിട്ട് ജീവിക്കുമ്പോഴാണ് ഭരണാധികാരി, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഈ മട്ടിൽ സ്വേച്ഛാധിപത്യത്തോടെ ഭരിക്കുന്നത്. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. ഇവർ പ്രചരിപ്പിച്ച പ്രത്യയശാസ്ത്രം എന്താണ് പഠിപ്പിച്ചത്? എന്നാൽ ഭരണം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം മാറുന്നത്, ഇവർ വന്ന വഴി പോലും മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊരു ഹലൂസിനേഷനിലേക്ക്, ഇവരൊരു ഭ്രാന്തമായ ചിന്തയിലേക്ക്, മാനസിക പ്രശ്നത്തിലേക്ക് മാറുന്നതാണ് ഈ ഭരണാധികാരികൾക്ക് സംഭവിക്കുന്ന പ്രശ്നം. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ടു നടക്കുമ്പോൾ ഓരോ മുറിക്കും ഒരു കഥ പറയാനുണ്ട്. മുറിയെന്നൊന്നും പറയത്തില്ല. ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു വമ്പനൊരു ഹാളാണ്. നമ്മുടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ബാങ്കറ്റ് ഹാൾ പോലത്തെ അത്രയുണ്ട് അതിനകത്തെ ഏറ്റവും ചെറിയ മുറി പോലും. ഒരു ഡബിൾ 3 നില 4 നിലയുടെ ഹൈറ്റാണ് ഓരോ മുറിക്കുമുള്ളത്. അങ്ങനെ നടക്കുമ്പോൾ ഈ ഗൈഡ് ഇടയ്ക്ക് പറയുന്നുണ്ട്, വെറും 35 വയസ്സുള്ള അൻക പീട്രസ്ക്യു എന്ന് പറയുന്ന ഒരു യുവതിയായിരുന്നു ഈ പാലസിൻ്റെ ഡിസൈനർ. അവരുടെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഉടനെ തന്നെ ഈ നഗര നവീകരണം, ആസൂത്രണം, നഗരം പൊളിച്ചു മാറ്റി അവിടെ എല്ലാം ആധുനീകരിക്കൽ, ഇങ്ങനെയുള്ള പദ്ധതികളുടെ ഭാഗമായി ഈ അൻകയും മാറി. അതിലൂടെ അൻക ഈ ചൗഷസ്ക്യുവിനും ഭാര്യയ്ക്കും വളരെ പ്രിയപ്പെട്ടവളായി മാറി. ഇങ്ങനെയൊരു കൊട്ടാരത്തിൻ്റെ ആശയം 6-7 വർഷം മനസ്സിൽ കൊണ്ടു നടന്ന് അതിലെ വരച്ച് അതിൻ്റെ ഡിസൈൻ രൂപപ്പെടുത്തുന്നതിൻ്റെ നേതൃത്വം കൊടുത്തത് അൻകയാണ്. ഈ കൊട്ടാരത്തിൻ്റെ പണി നടക്കുന്നതിനിടയിൽ ഏതാണ്ട് 3000-നും 6000-നും ഇടയിൽ തൊഴിലാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കൊട്ടാരപ്പണിക്കിടയ്ക്ക്. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഏതാണ്ടൊരു അടിമപ്പണി പോലെ തൊഴിലാളികളെ കൊണ്ടുവന്ന് കെട്ടിടം പണിയിക്കുകയായിരുന്നു. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 3000 പേര് കൊല്ലപ്പെട്ടു എന്നാണ്. എന്നാൽ അനൗദ്യോഗിക കണക്ക് 6000-നടുത്ത് വരുമെന്നാണ് പലരും പറയുന്നത്. കണ്ണുനീരിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ കഥ പറയാനുള്ള ആ കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ടൂർ അവസാനിച്ചു. ഞാൻ പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അതിവിശാലമായൊരു സ്ക്വയറിലേക്കാണ്. ആ സ്ക്വയറിൻ്റെ 2 വശങ്ങളിലും കെട്ടിടങ്ങളുണ്ട്. ഇതൊക്കെ ചൗഷസ്ക്യുവിൻ്റെ സ്വപ്ന പദ്ധതിയായി നഗരത്തെ പുനർനിർമ്മിച്ചതാണ്. അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങളും ചരിത്ര സ്ഥലങ്ങളും ചരിത്ര മന്ദിരങ്ങളും എല്ലാം തകർത്ത് കളഞ്ഞ് പണിതാണ്. ഞാൻ അവിടുന്ന് വീണ്ടും നടന്ന് പാലസ് സ്ക്വയർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവിടെയാണ് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രം മാത്രമല്ല, പഴയ രാജകൊട്ടാരം അവിടെയാണ്. ആ രാജകൊട്ടാരം ഇന്നൊരു ആർട്ട് മ്യൂസിയമാണ്. ആർട്ട് മ്യൂസിയത്തിനകത്ത് നിരവധിയായ അമൂല്യങ്ങളായ പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, ചിത്രങ്ങളെല്ലാം ഉണ്ട്. അത് അവിടെയായിരുന്നു റൊമേനിയയുടെ രാജാക്കന്മാർ ഈ രാജ്യത്തെ ഭരിച്ചത്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ വലിയൊരു സ്ക്വയറിലേക്ക് ചെല്ലുന്നത്. അതിന് പാലസ് സ്ക്വയർ എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത് തന്നെ. ഈ പാലസ് സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് മറുവശത്തായിട്ടാണ് റൊമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസ്. ഈ സെൻട്രൽ കമ്മിറ്റി ഓഫീസ് തന്നെയായിരുന്നു ചൗഷസ്ക്യു ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ബാൽക്കണിയുണ്ട്. ഈ ബാൽക്കണിയിൽ ചൗഷസ്ക്യു ഭരണത്തിലിരുന്ന കാലം അത്രയും
ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുക എന്ന് നേരത്തെ അറിയിക്കും. അതനുസരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഈ സ്ക്വയറിൽ നിറയും. അദ്ദേഹം അവിടെ നിന്ന് അതിഗംഭീരമായ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗം നടത്തും. ജനങ്ങളെല്ലാം കൈയടിക്കും, ആർപ്പ് വിളിക്കും. ആ പ്രസംഗം കഴിഞ്ഞ് അവർ പിരിയും, പോകും. ഇങ്ങനെയായിരുന്നു നാട്ടു നടപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1989 ആയപ്പോഴേക്കും ചൗഷസ്ക്യൂവിനെതിരെ ചില ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. ചാരന്മാർ തലങ്ങും വിലങ്ങുമായി സ്വന്തം വീട്ടിൽ പോലും ഉറച്ചൊരു സംസാരിക്കാൻ കഴിയാത്ത രീതിയിലായി. എന്തെങ്കിലും ഒരാൾ ഭരണാധികാരിക്കെതിരെ, ചൗഷസ്ക്യൂവിനെതിരെ, ഭരണത്തിനെതിരെ സംസാരിച്ചു എന്നറിഞ്ഞാൽ അവരെ ആ അടുത്ത ദിവസം തന്നെ അവിടുന്ന് പൊക്കിക്കൊണ്ടുപോവുകയായി. അവരെവിടേക്ക് കൊണ്ടുപോയെന്നറിയുന്നില്ല, പിന്നെ അവരെക്കുറിച്ചൊരു അറിവുമില്ല. ഇങ്ങനെ നാട്ടിലാകെ അശാന്തിയും അസംതൃപ്തിയും ഇതൊക്കെ പടരുന്ന നാളുകളിൽ തന്നെ 1989 നവംബറിൽ ഈ നിക്കോളായ് ചൗഷസ്ക്യൂ വീണ്ടും 5 വർഷത്തേക്കും കൂടി ഭരണത്തിന് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ രാഷ്ട്രത്തലവനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ ഡിസംബർ മാസം 16 തീയതിയോ മറ്റോ ടിമിഷോറ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു വൈദികൻ, ഒരു പള്ളിയുടെ ചുമതലയുള്ള വൈദികൻ, ഈ ചൗഷസ്ക്യൂവിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. പള്ളിയിലായിരിക്കണം. ഇത് ചാരന്മാർ ഭരണത്തിലെത്തിക്കുന്നു. ഈ വൈദികനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഈ പള്ളിക്ക് ചുറ്റും നാട്ടുകാർ വലയം തീർത്തിരിക്കുകയാണ്. ഈ വൈദികനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ജനം അയൽ ഗ്രാമങ്ങളിൽ നിന്നും അയൽപട്ടണങ്ങളിൽ നിന്നും കൂടെ വന്നു തുടങ്ങി. അതൊരു വലിയ ജനപ്രവാഹമായി മാറി. ഈ കാര്യം ഇവിടെ നടക്കുമ്പോൾ ചൗഷസ്ക്യൂ ഡിസംബർ 18 തീയതി ഇറാനിലേക്ക് ഒരു സന്ദർശനത്തിന് പോയി. അവിടെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ വിവരം കിട്ടുന്നത്. ഇവിടെ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഈ ചൗഷസ്ക്യൂവിനെ വിമർശിച്ച പള്ളി വികാരിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അറ്റ് എനി കോസ്റ്റ് എങ്ങനെയെങ്കിലും കാര്യം നടത്തുക, അവിടെ കൂടിയിരിക്കുന്ന ജനത്തെ ഡിസ്പേഴ്സ് ചെയ്യുക, പട്ടാളം എന്താണെന്ന് വെച്ചാൽ ആ പ്രശ്നം ഇമ്മീഡിയറ്റായിട്ട് സോൾവ് ചെയ്തിരിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ഈ സമയത്ത് ചൗഷസ്ക്യൂവിൻ്റെ ഭാര്യയാണ് അവിടെ ഇരുന്ന് ഭരണം നിയന്ത്രിക്കുന്നത്, ബുക്കാറസ്റ്റിലിരുന്ന്. പട്ടാളം എന്ത് ചെയ്തു? വെടിവെപ്പ് ആരംഭിച്ചു, ബലം പ്രയോഗിച്ചു. നിരവധി ആളുകൾ, ഏതാണ്ട് 100ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് കേൾക്കുന്നത്. വാർത്താമാധ്യമങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ ഒന്നും പുറലോകം അറിഞ്ഞില്ല. പക്ഷേ ആളുകൾ പറഞ്ഞ് ഈ രാജ്യം മുഴുവൻ അറിയുന്നു. 18 തീയതി ആകുമ്പോഴേക്കും രാജ്യം മുഴുവൻ ഈ വാർത്ത പടരുന്നു. രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിലേക്ക് മാറുന്നു. അടുത്ത ദിവസം തന്നെ തിരിച്ചെത്തിയ ചൗഷസ്ക്യൂ പതിവ് പോലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ തൻ്റെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൻ്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴേക്കും ഏതാണ്ട് 100,000-ഓളം ആളുകൾ താഴെ തടിച്ചുകൂടി കഴിഞ്ഞു. പതിവ് പോലെ ആവേശം കൊള്ളിക്കുന്നൊരു പ്രസംഗം അദ്ദേഹം തുടങ്ങി. പക്ഷേ പ്രസംഗം കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പുറകിൽ നിന്ന്, ആ ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ കൂവാൻ തുടങ്ങി. ആ കൂവൽ മറ്റു പലരും ഏറ്റുപിടിച്ചു. പിന്നീട് ആ ജനമാകെ ഇയാളെ കൂവുന്ന മട്ടിലേക്കെത്തി. ഇയാൾ പറയുന്ന കേൾക്കാതായി. ഒരു നിമിഷം ഇയാൾ സ്തംഭിച്ചു പോയി. പിന്നീട് ഇദ്ദേഹത്തിന് പ്രസംഗം തുടരാൻ കഴിയാതെ പ്രസംഗം നിർത്തിപ്പോകേണ്ടി വന്നു. അപ്പോഴേക്കും രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതായും ജനങ്ങൾ സംഘടിക്കുന്നതായിട്ടും വിവരം കിട്ടി. ഫാക്ടറികളിൽ നിന്ന് ജോലിക്കാർ പണി ഉപേക്ഷിച്ച് പുറത്തിറങ്ങി എന്നുള്ള വിവരം കിട്ടി. ചൗഷസ്ക്യൂ ആകെ പ്രതിസന്ധിയിലായി. പട്ടാളത്തോടിറങ്ങി ഇവരെ നേരിടാനും ഇങ്ങനെ പ്രതിഷേധിക്കുന്നവരെ തീർത്ത് കളയാനും ഉത്തരവിട്ടു. പക്ഷേ പട്ടാളത്തിലെ ഒരു വിഭാഗം അതിന് വിസമ്മതിച്ചു. ആ അടുത്ത സമയം തന്നെ പിന്നെ കേൾക്കുന്നൊരു വാർത്ത ഇദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ട വാർത്തയാണ്. അദ്ദേഹം സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും പട്ടാളത്തിനെ കൊണ്ട് ഉത്തരവ് നടപ്പാക്കിക്കാൻ കഴിയാതിരുന്ന ആ മന്ത്രിയെ ചൗഷസ്ക്യൂ തന്നെ കൊല്ലിക്കുകയോ ആയിരുന്നു എന്നാണ് പിന്നീട് അറിയുന്ന കാര്യം. ഈ സംഭവം എല്ലാം ഉണ്ടാകുന്ന 21 തീയതിയാണ്. 22 തീയതി നേരം പുലർന്നു. പ്രശ്നങ്ങളൊക്കെ ഏതാണ്ടൊന്ന് ഒതുങ്ങി ശാന്തമായി എന്ന് ചൗഷസ്ക്യൂ വിചാരിച്ചു. പക്ഷേ രാവിലെ തന്നെ പലയിടത്തുനിന്നും രഹസ്യ പോലീസിൻ്റെ ഇൻഫർമേഷൻസ് വന്നു തുടങ്ങി. ജനമാകെ പ്രക്ഷോഭത്തിലാണ്. ബുക്കാറസ്റ്റ് എന്ന തലസ്ഥാന നഗരം ലക്ഷ്യമാക്കി രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ജനങ്ങളുടെ വമ്പൻ സംഘങ്ങൾ എരച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പ്രസിഡൻ്റ് ഉടനെ ഇവിടുന്ന് മാറണം. ചൗഷസ്ക്യൂ അപ്പോഴും ഈ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അപ്പോഴും. 22 തീയതി ഉച്ചയോടടുത്ത സമയമായപ്പോഴേക്കും ഈ സ്ക്വയറിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ജനം വലിയ മുദ്രാവാക്യങ്ങളും പ്രതിഷേധ സ്വരങ്ങളുമൊക്കെ ആയിട്ട് വന്നു. ഇദ്ദേഹം ബാൽക്കണിയിലേക്ക് ഇറങ്ങി. പതിവ് പോലെ ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ജനങ്ങൾ കൂവുക മാത്രമല്ല, ഇത്തവണ കല്ലെറിയാനും കയ്യിൽ കിട്ടിയത് എന്തു എറിയാനും തുടങ്ങി.
മാത്രമല്ല ഈ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലേക്ക് എരച്ചു കയറുന്ന ശ്രമം ആരംഭിച്ചു. തള്ളി തുറന്ന് കയറാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇയാളുടെ തൊട്ട് പുറകിൽ എലീന വന്ന് നിൽക്കുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, ആരോ വെടിവയ്ക്കുന്നു, നമുക്ക് രക്ഷപ്പെടാം. ഇവർ പെട്ടെന്ന് അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ചൗഷസ്ക്യൂ തൻ്റെ ഹെലികോപ്റ്റർ ഉടനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഈ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൻ്റെ ടെറസിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. ചൗഷസ്ക്യൂവും ഭാര്യയും 2 സെക്യൂരിറ്റി ഓഫീസർമാരും 1-2 മുതിർന്ന ഓഫീസർമാരും ഒക്കെ ചേർന്ന് ഇവർ ടെറസിൽ ചെല്ലുന്നു. ജനം അപ്പോഴേക്കും ഈ ഓഫീസിലേക്ക് എരച്ചു കയറി പല ഭാഗങ്ങളും തകർക്കാൻ തുടങ്ങി, കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. ജനം അക്രമാസക്തരായി. ഇവർ ഹെലികോപ്റ്ററിൽ കയറി പറന്നുയരുമ്പോൾ ചൗഷസ്ക്യൂ കാണുന്നുണ്ട് താഴത്തെ തെരുവുകളെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ഹെലികോപ്റ്റർ പറന്നകന്നു. ചൗഷസ്ക്യൂ പറഞ്ഞ പല സ്ഥലങ്ങളിലേക്ക്, ആദ്യം അങ്ങോട്ട് പോകാൻ പറയും, പിന്നെ തെക്കോട്ട് പോകാൻ പറയും, പിന്നെ വടക്കോട്ട് പോകാൻ പറയും. ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ചൗഷസ്ക്യൂ. കുറേ നേരം അങ്ങും ഇങ്ങും പറന്നതിന് ശേഷം ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെയും പ്രക്ഷോഭം നടക്കുകയാണെന്ന് അറിഞ്ഞു. അപ്പോൾ പൈലറ്റ് പറഞ്ഞു, നമുക്കിവിടെ നിർത്തുന്നത് സേഫല്ല. വീണ്ടും പറന്നു. ചൗഷസ്ക്യൂ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുള്ള ഒരു സ്ഥലത്തേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടു. അവിടേക്ക് പറക്കുന്നതിനിടയ്ക്ക് പട്ടാളം ചൗഷസ്ക്യൂവിനെ ഉപേക്ഷിച്ചു. പട്ടാളം പൂർണ്ണമായും കൂറുമാറി. പട്ടാളം എയർ ട്രാഫിക് കൺട്രോളിനോട് പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് ചൗഷസ്ക്യൂ പറഞ്ഞ ഹെലികോപ്റ്റർ നിലത്തിറക്കുക, അദ്ദേഹത്തോട് കീഴടങ്ങാൻ പറയുക. ATC എയർ ട്രാഫിക് കൺട്രോളർ എല്ലാ വിമാനങ്ങളും പറക്കുന്ന വാഹനങ്ങളെല്ലാം താഴെ ഇറക്കാൻ നിർദ്ദേശിച്ചു. ഈ വിവരം ഹെലികോപ്റ്റർ കിട്ടുന്നു. പൈലറ്റ് പറഞ്ഞു, നമ്മളിപ്പോൾ താഴെ ഇറങ്ങിയില്ലെങ്കിൽ വെടിവെച്ച് വിടുമെന്നാണ് ഉത്തരവ്. ഒടുവിൽ ഒരു ഹൈവേയുടെ ഓരത്ത് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഇവർ പുറത്തിറങ്ങി. ഹെലികോപ്റ്ററിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലായി ഇത് ഹെലികോപ്റ്ററും ഇയാളെയും കണ്ടപ്പോൾ അവരാരും അടുത്തു വന്നില്ലെന്ന് മാത്രമല്ല, വന്ന വാഹനങ്ങളെല്ലാം വിട്ടുപോയി. ഒടുവിൽ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഒരു കാറിനെ ബലം പ്രയോഗിച്ച് തടഞ്ഞു നിർത്തി അതിൽ കയറ്റി. ഈ കാറിൻ്റെ ഡ്രൈവർ പറഞ്ഞു, ഇവിടെ ഒരു അഗ്രികൾച്ചറൽ റിസർച്ച് സെൻ്റർ ഉണ്ട്, അവിടേക്ക് പോകാം. അവിടെ വലിയൊരു ക്യാമ്പസാണ്, അതിനകത്ത് സുരക്ഷിതമായിട്ട് കഴിയാം. അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന് ചൗഷസ്ക്യൂവും ഭാര്യയും സെക്യൂരിറ്റി ഗാർഡ്സും പുറത്തിറങ്ങി. അതിൻ്റെ ഡയറക്ടർ അവിടെയുണ്ട്. ഡയറക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഡയറക്ടർ കാര്യം മനസ്സിലായെങ്കിലും ഡയറക്ടർ അത് മുഖഭാവം ഒന്നും കാണിച്ചില്ല. അവരെ അകത്ത് കൊണ്ടുപോയി സ്വീകരിച്ചിരുത്തി, ഒരു മുറിയിലിരുത്തി, സുരക്ഷിതമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പുറത്തുനിന്ന് പൂട്ടിയിട്ട് പട്ടാളത്തിന് ഇൻഫർമേഷൻ കൊടുത്തു. ഉടൻ തന്നെ പോലീസും പട്ടാളവും എത്തി. ഇവരെ 2 പേരെയും അവിടെ നിന്ന് കൈയോടെ പിടികൂടി. എന്നിട്ട് തൊട്ടടുത്തുള്ള പട്ടാള ബാരക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മുറിയിൽ പൂട്ടി. അപ്പോഴേക്കും പട്ടാളമെല്ലാം ഇവർക്കെതിരായി. മാത്രമല്ല മറ്റൊരു ഭരണ സംവിധാനം ഉണ്ടാകുന്നുള്ള ഒരുക്കങ്ങളായി. രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിലാണ്. രാജ്യം നിന്ന് കത്തുകയാണ്. അടുത്ത 2 ദിവസം ഈ പട്ടാള ബങ്കറിൽ ഇവരെ താമസിപ്പിക്കുന്നു. അപ്പോഴേക്കും അടുത്ത ഗവൺമെൻറ്, ഒരു താൽക്കാലിക ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കണമെങ്കിൽ ചൗഷസ്ക്യൂവും ഭാര്യയും ഈ ഭൂമുഖത്തില്ല എന്ന വാർത്ത പരക്കണം എന്ന ഭരണാധികാരികൾ മനസ്സിലാക്കുന്നു. ഇമ്മീഡിയറ്റായിട്ട് തീരുമാനമെടുക്കാൻ അറിയിക്കുന്നു. പട്ടാളത്തിൻ്റെ ഒരു കോടതിയെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടുന്നു. പട്ടാള ഉദ്യോഗസ്ഥരുടെ ഒരു കോടതിക്ക് മുന്നിൽ, ജഡ്ജിമാർക്ക് മുന്നിൽ ചൗഷസ്ക്യൂവിനെയും ഭാര്യയെയും കൊണ്ടുവരുന്നു. അവർക്കെതിരെയുള്ള കുറ്റം വായിക്കുന്നു, വിചാരണ നടത്തുന്നു. കൂട്ടക്കൊലകളുടെ പേരിലും രാഷ്ട്രത്തെ കൊള്ളയടിച്ചതിൻ്റെ പേരിലും ഒക്കെ നിരവധിയായ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നു. അതെല്ലാം വാസ്തവങ്ങളാണെങ്കിൽ കൂടി ചൗഷസ്ക്യൂവും ഭാര്യ അത് നിഷേധിക്കുന്നു. ഈ കോടതിക്ക് അതിനുള്ള അധികാരമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ കോടതി അത് വകവെക്കുന്നില്ല. ഇവരെ കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്നു, ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ശിക്ഷ എന്നത് ഇമ്മീഡിയറ്റായിട്ട് വെടിവെച്ച് കൊല്ലുകയാണെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ചൗഷസ്ക്യൂ ആവശ്യപ്പെടുന്നുണ്ട്, കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരെ ഒന്നിച്ച് കൊല്ലണം. കോടതി അത് അംഗീകരിക്കുന്നു. 2 പേരെയും പിന്നിലേക്ക് കൈകൾ കെട്ടി, അതിന് കുറച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തെങ്കിലും കൈകൾ കെട്ടി പട്ടാള ബാരക്കിൻ്റെ പുറത്തെ മുറ്റത്തേക്ക് ഇറക്കി നിർത്തുന്നു. 3 സൈനികർ അവരുടെ യന്ത്രത്തോക്ക് കൊണ്ട് ഇവരുടെ നേരെ നിറയൊഴിക്കുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് 100 കണക്കിന് ബുള്ളറ്റുകൾ ഇവരുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നു. ആ 2 പേരും, ആ ഏകാധിപതിയും അയാളുടെ ഭാര്യയും അവിടെ മരിച്ചു വീഴുന്നു. അന്ന് ഒരു ഡിസംബർ 25 1989 ഡിസംബർ 25. ആ ദിവസം ആ ശവങ്ങൾ അവിടെ കിടന്നു. പിറ്റേന്ന് ഡിസംബർ 26 റൊമേനിയയിലേക്ക് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ടെലിവിഷൻ ചാനലിലൂടെ വീടുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും എത്തുന്നത്. തങ്ങളെ ഭരിച്ച 24 വർഷം ഭരിച്ച ഏകാധിപതിയും ഭാര്യയും കൊല്ലപ്പെട്ടെന്ന വാർത്ത. അതോടെ അക്രമങ്ങൾ അവസാനിക്കുന്നു. റൊമേനിയയുടെ പുതിയൊരു യുഗം തുടരുകയായിരുന്നു. ഈ കഥകൾ ഓർത്തുകൊണ്ട് ആ പാലസ് സ്ക്വയറിലൂടെ ഞാനങ്ങനെ നടന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.